കണ്ടാൽ ഒരുപക്ഷെ അയാൾ നിശബ്ദനായിരിക്കും. അധികം സംസാരമോ ആത്മവിശ്വാസമുള്ള ശരീരഭാഷയോ ഉണ്ടായിരിക്കില്ല. പക്ഷേ കാലുകളിൽ പന്ത് കിട്ടിയാൽ അവനേക്കാൾ ശബ്ദിക്കുന്ന മറ്റൊരാൾ ഉണ്ടാകുകയുമില്ല. ഇതുപോലൊരു കൂട്ടുകാരൻ ഒരുപക്ഷെ നമുക്കുമുണ്ടാകും. കെവിൻ ഡി ബ്രൂയിനയുടെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാണ്. സ്റ്റൈലിഷ് ചിത്രങ്ങളാലോ ഫ്രീക്കി ഹെയർ സ്റ്റൈൽ കൊണ്ടോ മാസ് ഡയലോഗുകളിലൂടെയോ അയാൾ അധികം വാർത്തകളിൽ നിറഞ്ഞിട്ടില്ല. അയാൾ നിറഞ്ഞതെല്ലാം ആ കാലുകളുടെ ബലത്തിലായിരുന്നു. കെവിൻ ഡി ബ്രൂയിൻ എന്ന KDB ആരായിരുന്നുവെന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. കോമ്പസ് പോലെ ആ കാലുകൾ കൊണ്ട് വരച്ചിട്ട പാസുകളെക്കുറിച്ചും തൊടുത്തുവിട്ട ഇടിമിന്നലുകളെക്കുറിച്ചും അവർ വാതോരാതെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ആ പേരിനെക്കുറിച്ച് ഇത്തിഹാദിലെ നീലമേഘങ്ങൾക്കും നിലാവ് പടർന്ന രാത്രികൾക്ക് പോലും ഒരു കഥ പറയാനുണ്ടാകും. ഒടുവിൽ ആ വാർത്ത വന്നിരിക്കുന്നു. ഒരു ദശാബ്ദത്തോളം നീണ്ട ഇത്തിഹാദ് വാസത്തിന് ശേഷം ഡി ബ്രൂയിൻ പടിയിറങ്ങുകയാണ്. അഥവാ സിറ്റിയുടെ സുവർണ കാലത്തിന്റെ പതാകവാഹകൻ ആകാശ നീല നിറങ്ങൾ ഊരിവെക്കുകയാണ്. അയാൾ മെസ്സിയെപ്പോലെ ചുവട് വെച്ചിട്ടില്ലായിരിക്കാം. അയാളുടെ കളിക്ക് നെയ്മറെ പോലെ ചാരുതയില്ലായിരിക്കാം. പക്ഷെ അയാൾ ഒരു ക്രിയേറ്റർ ആയിരുന്നു. മറ്റാരും കാണാത്ത വിടവുകളിലൂടെ പാസുകൾ കണ്ടെത്തുന്ന അതിമാനുഷികൻ. ഗ്രൗണ്ടിലെ സമയ സൂചികക്കും മുന്നിലായാണ് അയാൾ നടന്നിരുന്നത്. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങൾ. തല പോലും പൊക്കാതെ കൃത്യമായി പാസുകൾ നീക്കുന്നത് കണ്ട് എതിരാളികൾ പോലും അമ്പരന്നിട്ടുണ്ട്. മൈതാനത്തെയും താരങ്ങളുടെ പൊസിഷൻ പോലും അത്രയും മനപ്പാടമാക്കിയാണ് അയാൾ പാസുകൾ നെയ്തത്. മാനുവൽ പെല്ലഗ്രിനിയുടെ കാലത്താണ് ഡി ബ്രൂയിൻ ഇത്തിഹാദിന്റെ പടി ചവിട്ടിയെങ്കിലും പെപ് ഗാർഡിയോളയുടെ വരവോടെയാണ് അയാൾ പൂത്തുലഞ്ഞത്. പെപ് ഡി ബ്രൂയിനെ പരിശീലിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് തുറന്നു വിടുകയാണ് ചെയ്തത്. അത് പെപ്പിന്റെ ശരിയായ നിരീക്ഷണവുമായിരുന്നു. പെപ്പിന്റെ വരവോടെ ഡി ബ്രൂയിൻ തന്നെ തിരിച്ചറിഞ്ഞു. പെപ്പിന്റെ ചതുരംഗക്കളത്തിൽ നമ്പർ 10-ആയും 8-ആയും 9-ആയും KDB മിന്നിത്തിളങ്ങി. ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്ന താരമായിരുന്നു ഡി ബ്രൂയിൻ. അവൻ എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണെന്ന് പെപ്പ് പറയുന്നതും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് ബെൽജിയം കോച്ചായിരുന്ന റോബർട്ടോ മാർട്ടിനസ് വിളിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഡി ബ്രൂയിൻ എത്രത്തോളം ജീനിയസ് ആയിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരുപാട് ഡാറ്റകൾ നമുക്ക് മുമ്പിലുണ്ട്. ബോക്സിൽ ഫ്രീ ആയി നിൽക്കുന്ന ഒരു താരത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. തന്റെ ക്രോസ് തടുക്കാനായി എതിർ ടീമിന്റെ സെന്റർ ബാക്ക് ഒരുങ്ങുമ്പോൾ അതിന് പിന്നിൽ ഒരു സ്പേസ് കണ്ടെത്തി അസിസ്റ്റ് ഒരുക്കുക എന്നത് ഡി ബ്രൂയിൻ പലകുറി വിജയിപ്പിച്ച തന്ത്രമായിരുന്നു. മറ്റൊന്ന് അപ്രതീക്ഷിതമായ പാസുകളായിരുന്നു. എതിർ ടീം ഡിഫൻഡർമാർ കയറി നിൽക്കുകയാണെങ്കിൽ അവർക്കിടയിലൂടെ തന്റെ സ്ട്രൈക്കർക്ക് ഓടിയെടുക്കാൻ പാകത്തിൽ അളന്നു മുറിച്ചു കൊടുക്കുന്ന പാസുകൾ ഡി ബ്രൂയിന്റെ വജ്രായുധമായിരുന്നു. പ്രായവും പരിക്കും തളർത്തിയ ഈ 33-കാരന്റെ ഭാവി ഇനി എന്താണെന്ന് ഉറപ്പായിട്ടില്ല. സൗദിയും അമേരിക്കയും മുതൽ തുർക്കി ലീഗ് വരെ സാധ്യതാ പട്ടികയിലുണ്ട്. ഏതായാലും പ്രീമിയർ ലീഗിന്റെ വേഗതയിലേക്ക് ഇനി തിരിച്ചു വരാനുള്ള ഒരു ബാല്യം അയാളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല.